സോ ഫൈനലി നമ്മളിത് റീച്ച് ആയിട്ടുണ്ട്. സൂര്യനും വന്നില്ല, ഒന്നും വന്നില്ല. സുന്ദരൻ ഷുമുഖൻ ചെറിയൊരു പണി കിട്ടി. ഉള്ള ഇറങ്ങിയപ്പോൾ മുതലാണ് എനിക്ക് നീറാൻ തുടങ്ങിയത്. ഇവിടുത്തെ തൊലി ചെറുതായിട്ട് പോയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയാം. ഇമാതിരി പാത്രത്തിൽ കന്നു കഴിഞ്ഞു ഇത് കുഞ്ഞിന് മനസ്സിലാവും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇങ്ങ പാറുങ്കോ. യെസ്, സോ നമ്മൾ ഇന്നൊരു സ്റ്റേക്കേഷന് പോകാട്ടോ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്റ്റേക്കേഷനാണ് ഞങ്ങൾ മാത്രം ഉള്ളത്. നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ട്. സ്റ്റേക്കേഷൻ, 1 ഡേ സ്റ്റേക്കേഷൻ അല്ലേ നമ്മൾ ആദ്യമായിട്ട് പോണത്. സോ അപ്പം നമ്മള് ചെറായില് ഒരു റിസോർട്ടിലേക്കാണ് പോണത്. നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരു എത്ര മണിയായി? 11 മണിയായി. അവിടെ 11:30 മുതൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ചെക്ക് ഇൻ ചെയ്യാം. അപ്പൊ നമ്മള് നേടി ഇനി അങ്ങോട്ട് പോവാം. എന്നിട്ട് നമുക്ക് അടുത്ത വിശേഷങ്ങൾ കാണാം. ഒരു ദിവസം കംപ്ലീറ്റ്ലി നമ്മള് തിരക്കുകളിൽ നിന്നൊക്കെ മാറി നമ്മുടെ ഇതൊരു സമയം ഇല്ലേ പൂളിലൊക്കെ അതെ അമ്മച്ചി എന്താണത് വർക്കിന്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി ഞങ്ങളൊന്ന് ചിൽ ചെയ്യാൻ പോവുകയാണ്. അതെ അതെ, ഒരു ദിവസമെങ്കിലും നമ്മള് നമ്മുടെ സ്ഥലത്ത് നിന്ന് മാറി വേറെ എവിടെയെങ്കിലും പോയി നിൽക്കണം. ഞാനിപ്പോ കപ്പിളായിട്ട് പോണെന്ന് പറയില്ല, ഫ്രണ്ട്സായിട്ട് പോയാലും നല്ലതാണ്. നമ്മള് എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നിൽക്കുന്നത് വളരെ നല്ലതാണ്. സോ ഫൈനലി നമ്മളിത് റീച്ച് ആയിട്ടുണ്ട്. നമ്മൾ ചെറായില് ലേക്ക് ഫ്രണ്ട് ബീച്ച് ഹോംസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേയിലായിട്ട് വന്നിട്ടുള്ളത്. അടിപൊളി സ്ഥലമാണ്. ഭയങ്കര ഒരു എന്താ കാമിങ് ആയിട്ടുള്ള, നേരെ ഫ്രണ്ടില് കായൽ, കായലും പിന്നെ നല്ല ഫുൾ ഗ്രീനറി ഒക്കെ ആയിട്ട് നല്ല തണലൊക്കെ ആയിട്ട്, തണൽ ചൂടുണ്ട് കേട്ടോ, ക്ലൈമറ്റിന്റെ ചൂടെന്നാലും അത്യാവശ്യം തണലൊക്കെ ആയിട്ട് നല്ല റൂംസ് ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. നമുക്ക് ഇനി ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. സോ നമുക്കിനി റൂമൊക്കെ ഒന്ന് കാണാം. ഈ കാണുന്ന പണി നടക്കുന്ന സ്ഥലമായിരുന്നു ആക്ച്വലി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു പ്രൈവറ്റ് എൻട്രി ഒക്കെ ആയിട്ട്. സോറി, ഞാനിവിടെ മഴയത്ത് പുറത്തിരുന്നാണ് വോയിസ് ഓവർ കൊടുക്കണം കേട്ടോ. അതിൻ്റെ മഴ ശബ്ദങ്ങളൊക്കെ കേൾക്കും, നല്ലതല്ലേ? ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും നല്ല സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കറക്കി കാണിച്ചപ്പോഴേക്കും വല്ലാണ്ട് തലകറങ്ങുന്നതിലേക്ക് ഫുൾ ഓഫ് ഇങ്ങനെ മിറേഴ്സും കാര്യങ്ങളായിരുന്നു. ഇങ്ങനെ നമുക്ക് ഭയങ്കര അവിടെ നിന്ന് തന്നെ നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചയൊക്കെ കാണാനും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിരുന്നു. റൂമൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അടിപൊളിയായിരുന്നു. സോ ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. ഇന്നത്തെ സ്റ്റേയിൻ്റെ റൂം നല്ല റൂമാണ്. നമ്മൾ താഴത്തെ റൂമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊരു സിംഗിൾ റൂം പോലത്തെ, മീൻസ് പ്രൈവറ്റ് എൻട്രി ഒക്കെ ആയിട്ടുള്ളത്. പക്ഷെ എന്തോ ഒരു എമർജൻസി വന്നിട്ട് അവർക്ക് അതിൻ്റെ മേളിൽ കുറച്ച് പണി വന്നു, റിനോവേഷൻ വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത് എടുക്കാൻ ഓക്കെ ആണെങ്കിൽ ഇതെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇത് വന്നപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ വേറെ ഗസ്റ്റ് കാര്യങ്ങളുണ്ട് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഓക്കെയാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഫുൾ ഇത് അതിനേലും വലിയ റൂമുമാണ്. തിങ്ക് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ നേരെ നമുക്ക് വ്യൂവും കാര്യങ്ങളും ഉണ്ട്. താനും സ്റ്റെപ്പ് ഇറങ്ങണം എന്നുള്ളത് മാത്രമേ. നല്ല രസമുണ്ട്. പുറത്ത് ചൂട്, ഭയങ്കര ചൂടാ. പിന്നെ പുറത്ത് ഇരിക്കാനായിട്ട് ഏരിയ ഒക്കെ ഉണ്ട്. നൈറ്റ് ടൈമൊക്കെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. സോ ഇതാണ്. നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ വേറൊരു
ഇന്ദിര എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തില് ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അറിയില്ല ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാനായിട്ട്. ഭയങ്കര ചൂടല്ലേ, അപ്പൊ അതൊന്നും നോക്കണം. ഇനി ലഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കുറച്ച് ഔട്ട്ഫിറ്റ് ഇതാണ് ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഏകദേശം മാച്ചിങ് ആണ് ഉദ്ദേശിച്ചത്. വൈറ്റ് ഒക്കെ. കിച്ചാമന്റെ ഔട്ട്ഫിറ്റ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നേരെ നിൽക്കൂ, നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? എൻ്റെ സൂപ്പറല്ലേ? സൂപ്പറല്ല എന്ന് പറയരുത്, സൂപ്പറാണ്. നമ്മൾ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. നമ്മുടെ മുത്തിക്ക് വിളിക്കാനുണ്ടാവും. This is our restaurant. Looks like. So നമ്മുടെ ലഞ്ച് എത്തി. Let's taste. ഫുഡ് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഞങ്ങളെപ്പോലത്തെ 2 പേരാണെങ്കിൽ, ഞങ്ങൾ അത്യാവശ്യം ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ പോലും ഞങ്ങൾക്ക് അത് ഈ ഒരു സാധനം ഫുള്ളായിരുന്നു. 2 കൂടി കഴിച്ചപ്പോൾ വയറ് നന്നായി നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി നമ്മളവിടെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ദിര എന്നെന്തോ സംതിങ് ആണ്, ഇന്ദിര സാൻഡ് റിസോർട്ട് എന്നെന്തോ ആണ് അവിടുത്തെ ഒരു അഡ്വഞ്ചേഴ്സ് പാർക്കിങ്. കുറേ ഇപ്പം അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട്. ഞാനും അങ്ങനെ ഏതൊരു വീഡിയോ കണ്ടിട്ട് പോവാട്ടോ. ടോട്ടലൊരു 6-7 ആക്ടിവിറ്റീസ് ഉണ്ട്. എല്ലാം കൂടി 900 rupees അത്ര വാങ്ങുന്നത് പെർ ഹെഡാണ് കേട്ടോ, ഒരാൾക്കാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നിട്ടുണ്ട്. പിന്നെ വെറുതെ റൂമിൽ കുത്തിയിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഒരു വെയിൽ വേണം, നമുക്ക് ഇങ്ങനെ വെറുതെ കാണാൻ പോകാൻ പറ്റില്ല. അപ്പൊ ഇത് നല്ലൊരു ഓപ്ഷനാണ്. സോ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവാണ്. ഞാൻ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ എത്തി അവിടെ. അങ്ങനെ ഗൂഗിൾ അമ്മച്ചി വളരെ കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ചെന്ന് രജിസ്റ്റർ ചെയ്തു. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ബാൻഡ് കിട്ടും ത്രൂ ഔട്ട് നമുക്ക് കയ്യിലിടാനായിട്ട്. നമ്മൾ ചെന്നപ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, കാരണം നട്ടുച്ച സമയത്താണ് നമ്മൾ കയറിച്ചത്. പിന്നെ ആരുണ്ടാവാനാണ് അവിടെ? 2 ടൈപ്പ്, മൊത്തം 13 ആക്ടിവിറ്റീസ് ആണ്. 2 ടൈപ്പാണ്, ഒന്ന് ഏരിയലും ഒന്ന് വാട്ടർ ആക്ടിവിറ്റീസും ആണ്. അപ്പോൾ ഏരിയൽ ആക്ടിവിറ്റീസ് എനിക്ക് ഭയങ്കര പേടിയുള്ള സംഭവമാണ്. എനിക്ക് ഒന്നാമത് ഹൈറ്റ് ഫിയർ ഉള്ളതാണ്. ഇങ്ങനെ സിബ്ബറോ അങ്ങനെ എന്തോ സംഭവമുണ്ട്. പിന്നെ സ്കൈ വാക്ക് ഉണ്ട്, സ്കൈ സൈക്ലിംഗ്, അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത്. അതിൽ ഞാൻ ആ സിബ്ബറിനാന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. അത് ഞാൻ ചെയ്തു. സൈക്ലിംഗ് ചെയ്തു. പിന്നെ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ എന്തോ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അതിൽ 4 എണ്ണം ചെയ്തു. അതിൽ 1 എണ്ണം ഞാൻ ചെയ്തില്ല, സ്കൈ വാക്ക് എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം കിച്ചാമിനാട്ടോ ചെയ്തത്. ഞാനാണിത് ചെയ്യണം എന്ന് പോയത്. പക്ഷെ എനിക്ക് ഈ ഹൈറ്റ് വീടുള്ളതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വെയിലത്ത് കിച്ചാമിന് ആ പഴുത്ത് കിടക്കുന്ന പലകയിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. അതുകൊണ്ട് പുള്ളി ഭയങ്കര ദേഷ്യപ്പെട്ടായിരുന്നത്. പക്ഷെ വാട്ടറിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഇതിൽ മാത്രമേ പുള്ളി കയറിയുള്ളൂ, ബാക്കി ഒന്നിലും കയറില്ല. ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ 2-3 ആക്ടിവിറ്റീസ് ചെയ്തുള്ളൂ. അപ്പോൾ എന്തായാലും ബാക്കി നമുക്കൊന്ന് വീഡിയോ കാണാം. ഒഴിഞ്ഞ വെയില് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വെള്ളത്തിൽ ഇഷ്ടമായതല്ല. സോ ഗുഡ്. സംഭവമൊക്കെ നല്ലതാണ്, ചൂട് നടക്കൂല. ഞാൻ നോക്ക്. സോ ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. വെള്ളത്തെ ആക്ടിവിറ്റീസ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. റോപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഹൈറ്റ് ഫിയർ ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട്. കണക്കിനാണ് ചെയ്തത്. കിച്ചാൻ പോകണേൻ്റെ പുറകെ പോകണമെങ്കിൽ കുഴപ്പമില്ല. കിച്ചാൻ പോയിട്ട് കുറേ കഴിയുമ്പോൾ എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരെണ്ണം ഞാൻ സ്കിപ്പ് ചെയ്തു, ബാക്കിയെല്ലാം ചെയ്തു. കിച്ചാവിനെല്ലാം ചെയ്തു. കിച്ചാവിന് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് എനിക്ക് വരാന്തോടി പറ്റില്ലെങ്കിൽ നീ വരരുതെന്ന് എൻ്റെ ചീത്ത പറയാൻ, എന്നിട്ട് ഞാൻ ചെയ്യാത്തതുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, സ്കൈ സൈക്ലിംഗ് ഒക്കെ എത്ര കൂളായിട്ട് പിള്ളേർ ചെയ്യണം. ഞാനിങ്ങനെ വിറച്ച് പോയത്. താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തല ഇറങ്ങണ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ കിച്ചാമൻ ചൂട് ഒട്ടും പറ്റാത്ത ആളാണ്. ചൂട് ഒരിക്കലും പുള്ളിക്ക് വരില്ല. പുള്ളി ഇങ്ങനെ ഒന്നാമത് ഓഫീസും എല്ലായിടത്തും AC കാര്യങ്ങളായതുകൊണ്ടിട്ട് തന്നെ പുള്ളി അതുമായിട്ട് അഡ്ജസ്റ്റഡ് അല്ല, അതാണ് പുള്ളിക്ക് പറ്റുള്ളൂ. വെയിലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുള്ളിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനത്തെ ഒക്കെ ഒരു ഇതുള്ള ഒരാളാട്ടോ. എപ്പോഴും അങ്ങനെ കുറേ വർഷങ്ങളായിട്ടുള്ള ശീലത്തിൽ
എല്ലാ പ്രശ്നങ്ങളാണ്. പക്ഷേ നമുക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ, നമ്മൾ ഒരു വെയിലത്തും എന്ത് ചെയ്യും. അപ്പം ഇതിലൊന്നും കിച്ചാൻ വന്നില്ല. എനിക്കാണെങ്കിൽ ഈ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഇപ്പോൾ ഒരു വെയിലാണോ മഴയാണോ എന്ന് ഞാൻ നോക്കാറില്ല. അപ്പോൾ കയാക്കിങ്ങിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിച്ചാൻ വേണമെന്ന് ഭയങ്കര കാര്യം വീഡിയോ എടുക്കേണ്ടത് ആദ്യം എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇതിൽ ഞാൻ തന്നെ തുഴഞ്ഞ് പോകാനൊക്കെ തുടങ്ങി. ആദ്യം ഇതിങ്ങനെ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇടിച്ചൊക്കെ നിൽക്കും. അപ്പോൾ തള്ളും. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് പുറകോട്ട് ഇങ്ങനെ കാണിക്കണം അങ്ങനെ കാണിക്കണം എന്നൊക്കെ. കുറച്ച് എന്തൊക്കെയൊക്കെയോ ഞാൻ ചെയ്തു. ഇത് നോർമലി വീഡിയോസിലൊക്കെ ആൾക്കാർ ചെയ്യണം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. അത് എങ്ങനെ ഇവർ പഠിച്ചെടുക്കുന്നത്. പക്ഷെ ഇത് വലിയ പാടൊന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്താൽ കിട്ടാവുന്ന സാധനമുള്ളൂ. പക്ഷെ ഞാൻ തന്നെ ഇങ്ങനെ കണ്ടിട്ട് അഭിമാനം കൊള്ളുന്നു. ഓ ദൈവമേ, ഇത് ഞാൻ വെള്ളത്തിൽ കിടന്ന് തുഴയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കുന്നത് എന്തായാലും കമൻറ്റ് ചെയ്യും. പറയാതിരിക്കാൻ പറ്റില്ല, ഞാൻ കരിഞ്ഞ് പുകഞ്ഞ് വെണ്ണീറായിട്ടോ ഗൈസ്. നല്ല ചൂടുണ്ടായിരുന്നു. സോ ഗൈസ്, ഞാൻ വണ്ടി ഓടിച്ച് നോക്കുകയാണ്. നമ്മുടെ വണ്ടിയല്ല, ചേട്ടൻ്റെ വണ്ടിയാണ്. എന്നാലും ഞാൻ ഓടിച്ച് നോക്കുകയാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. സോ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം മാറോ, ഞാൻ പഠിച്ചിട്ടുണ്ട്. അത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ല, എന്നാലും അറിയാം. സാഹസികമായി എൻ്റെ ഡ്രൈവിംഗ് സ്കില്ലുകൾ എടുത്ത ശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ഭയങ്കര വെയിലായതുകൊണ്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ ഭയങ്കര ചുട്ടുകൊള്ളുന്ന പോലെയായിരുന്നു ബോഡിയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കൂളായ ശേഷം ഒന്ന് പൂളിൽ കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കിച്ചമ്മൻ ഇങ്ങനെ മേല് കഴുകണ വീഡിയോ എടുത്തിട്ട് ഞാൻ പറയും നിൻ്റെ കുടിസിൽ നിന്ന് വൈറലാക്കുമെന്ന്. അങ്ങനെ നെക്സ്റ്റ് പൂളാണ്. ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നുള്ളൂ. വെള്ളം കണ്ടാൽ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര വെള്ളം അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനത്തെ വെള്ളമല്ല, ഇങ്ങനത്തെ വെള്ളം കേട്ടോ. അപ്പം ഇങ്ങനെ പൂള് ബീച്ചൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ കുറേ നേരം കളിച്ചിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി. ഇവിടെ ശിവേട്ടൻ്റെ കട എന്നുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്യണം അവർ തന്നെ പറഞ്ഞിട്ടൊരു ഷോപ്പായിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കടയാണ് അവിടെ. അവിടെ ചെന്നിട്ട് നമ്മൾ നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും ബീഫും തന്നെയാണ് ഓർഡർ ചെയ്തത്. ഒരു കംഫർട്ട് ഫുഡാണല്ലോ അത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ വരച്ചേക്കണെ കാണാനായിട്ട് ഇങ്ങനെ ഓരോ എന്നിട്ടാണ് നമ്മുടെ മത്സ്യങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മത്സ്യവും മീനിൻ്റെ ഒക്കെ ഫോട്ടോ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചാമൻ്റെ ബീഫും പൊറോട്ടയൊക്കെ വന്നിട്ട് എനിക്കും സെർവ് ചെയ്ത് തന്നു. ആളും എടുത്തിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഭയങ്കര ഹൈപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ പറഞ്ഞു ഫുഡ് കഴിക്കാനാണെങ്കിൽ അവിടെ പോയിക്കുള്ളൂ, നല്ല ഫുഡാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും എന്ന് പറഞ്ഞു. എനിക്കിഷ്ടമായി. വലിയ തരക്കേടൊന്നുമില്ല, പക്ഷേ ഓവർ പറഞ്ഞാൽ അത്രയും ഹൈപ്പില്ല. എന്നാലും നല്ല ഫുഡാണ്, നല്ല സ്റ്റൊമക്ക് ഫീലിംഗ് ആണ്. നമുക്കൊരു ഹോംലി ഫീൽ തോന്നും. അവിടെ ആയാലും നമുക്കൊരു ഹോംലി ഫീലാണ്. പിന്നെ ഫ്രണ്ടിൽ തന്നെ കടലൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആണ്. ഇതൊക്കെ കഴിഞ്ഞ് ഇനി നേരെ ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഉറങ്ങട്ടെ, ബായ്. ഹായ് ഗായ്സ്, ഇപ്പോൾ സമയം 4:45. നമ്മൾ നേരത്തെ എഴുന്നേറ്റ്. വീട്ടിലാണെങ്കിൽ പോത്തുപോലെ 10 മണി വരെ ഉറങ്ങുന്ന ആൾക്കാരാണ്. ഇന്നലെ ഇപ്പോൾ ഞാൻ നേരത്തെ കിടന്നു കേട്ടോ. പക്ഷേ ഇന്നലെ നമ്മൾ വെയിലത്തൊക്കെ പോയില്ലേ കുറേ നേരം. അപ്പോൾ എനിക്ക് തലവേദന എടുത്തു. രാത്രി ആയപ്പോഴേക്കും നല്ല തലവേദനയായിരുന്നു. അപ്പം വേഗം ഫുഡ് കഴിച്ചു വന്ന് കിടന്നുറങ്ങി. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റു. മൈ ഹസ്ബൻഡ് നേരത്തെ എഴുന്നേറ്റു എന്നുവെച്ചാൽ ഇന്നലെ ഓൾമോസ്റ്റ് ഒരു 9 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉറങ്ങി. അപ്പം 4 മണിയായപ്പോൾ എഴുന്നേറ്റു, 4:30 എഴുന്നേറ്റു. ഇത് കാണുമ്പോൾ എൻ്റെ അമ്മ അറിയും, എൻ്റെ അമ്മ എന്നാൽ 3 നാൾ മുതൽ 9 മണിക്ക് അറിയിക്കും. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. സോ ചായ കുടിക്കാൻ പോയിട്ട് റെഡി ആവട്ടെ.
എന്തിനാ? സോ റെഡി ആവട്ടെ. യെസ്, ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇത്ര എളുപ്പത്തിൽ ഡ്രസ്സ് മാറി റെഡി ആവാൻ പറ്റിയിരുന്നെങ്കിൽ. ഇത് ഇന്നലെ മുതൽ ഇന്ന് ഉടുപ്പാട്ടോ. ഇന്ന് കുളിച്ചിട്ട് മാറാം. എന്തരാ നീ ഇന്നലെ ഉടുപ്പന്നെ ഇട്ടത്? കളിയാക്കുന്നു ഗൈസ്. ഓക്കെ ശരി, നമുക്ക് ചായ കുടിക്കാൻ പോവാം. വിജനമായ വഴികളിലൂടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അങ്ങനെ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഒരു കടയിൽ എത്തിയിട്ടുണ്ട്. ആർക്കെ ചായക്കട എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ആ ഒരു കട മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ ഒരുപാട് തപ്പി. ഞങ്ങൾ താമസിച്ചിടത്ത് നിന്ന് കുറേ വന്നിട്ടാണ് ഈ കട കണ്ടത് കേട്ടോ. ഞങ്ങൾ താമസിച്ച അവിടെ ഒന്നും ഒരു കട പോലും ഇല്ല. എൻ്റെ വിചാരം നമ്മുടെ കടലിൻ്റെ അടുത്തായിട്ട് ഏതെങ്കിലും കട ഓപ്പൺ ആയിട്ടുണ്ടാവും എന്നൊക്കെ ആയിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പം നമ്മൾ അവിടെ ചെന്നു, ചായ കുടിച്ചു. നല്ല ചായ ആയിരുന്നു കേട്ടോ. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടൊന്നുമില്ല. സൂപ്പർ, നമ്മുടെ പണ്ടത്തെ ഒക്കെ പോലത്തെ ഒരു തരം ചായ. എന്തോ ഒരു പ്രത്യേക ചായ ആയിരുന്നു, എനിക്കിഷ്ടമായത്. തിരയുണ്ണുന്ന എൻ്റെ ഭർത്താവ് ഇങ്ങോട്ട് കണ്ട് ഫ്ലാഷ് അടിച്ചിട്ട് മുഖം തിരിച്ചത്. ഇനി എപ്പോഴാണാവോ സൂര്യഭഗവാൻ പറഞ്ഞേ? ഹെറ സൂര്യഭഗവാൻ ഇരുന്നേക്ക സമയമില്ലേ? ഫ്ലാഷ് ലൈറ്റ് ഇല്ലാതെ തെണ്ടിപ്പോയാനി. ഒരു വ്ളോഗറിന്റെ കഷ്ടം. സൂര്യനും വന്നില്ല, ഒന്നും വന്നില്ല. ആ തിരുവല്ല അവസ്ഥ പോലെ വെളിച്ചൊക്കെ വീണ് തുടങ്ങി. സൂര്യനൊന്നും കഴിഞ്ഞിട്ടാണ് സൂര്യനൊക്കെ ഇതുവരെ കാണുന്നില്ല ഗൈസ്. പറ്റിച്ചു, നമ്മളെ പറ്റിച്ച. എന്നെ കാണിച്ചിട്ടാ സൂര്യ കാണിച്ചിട്ടാന്ന് വെച്ചാൽ ഇതേ പോണ്. ചേട്ടാ സൂര്യനവിടെ? എക്സ്ക്യൂസ് മീ. അത് പറ്റില്ല, എനിക്ക് കാണിച്ചാ. ബീച്ച് വെറുതെ ആളെ പറ്റിക്കാനായിട്ട്. ഇപ്പൊ കാണാം, ഇങ്ങോട്ട് നോക്കൂ. കാലിൽ മണ്ണായത് വന്ന് തൂത്തളയാ. സുന്ദരൻ ഷുമുഖൻ. എന്താ നടത്തം? എങ്ങോട്ടൊക്കെ ചാവൂ, ഇങ്ങോട്ട് കുച്ചല്ല. ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങ താഴെയാ. സിംഗ സോങ് ആ സാല പാടിക്കും. സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ടായിരുന്നു. സൈഡ് മാറിപ്പോയി, ചെറുതായിട്ട് പോയി നിന്നത്. മര്യാദക്ക് നമ്മുടെ റിസോർട്ടിൽ എന്ന് വെച്ചെങ്കില് ആ കായലിന്റെ അവിടെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ കണ്ടോ. സൂര്യൻ ആ ഭാഗത്തായിരുന്നു. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നോക്കാണ്ടാണ് ഞങ്ങൾ സൂര്യോദയം കാണാൻ വന്നത്. ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. അവിടെ റിസോർട്ടിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു സംഭവത്തില്ലേ, നമ്മുടെ അവിടെ ഫ്രണ്ടിലത്തെ ഒരു വ്യൂ ഇല്ല നമ്മളവിടെ പോയിരുന്ന അവിടെ നിന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് കാണായിരുന്നു അല്ലേ. മെനി ടൈംസ്. സോ നമ്മളൊരു ചായ കുടിക്കാൻ വന്നാണ് ഗൈസ്. ചായ ഈസ് ഫോർ ലൈഫ്. കാരണം ലൈഫിനൊന്നുമല്ല, നമുക്ക് ഫുഡ് ഒരു 9:45 മണി 9:45 റെഡി ആവുള്ളൂ പറഞ്ഞു. പിന്നെ വിശപ്പടക്കണമല്ലോ. ഇത്ര നേരത്തെ എഴുന്നേറ്റില്ലേ, അതുകൊണ്ടിട്ടാ. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ ആളുകളുണ്ട്, എൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾ. നല്ല കടി പിടുത്താ. ഞാൻ ഒരു ദിവസം നമ്മൾ ലൂക്കാച്ചനെ കൊണ്ടുവരാന്ന് വിചാരിച്ചു. പക്ഷെ നടക്കൂല, ഇവിടെ നിറച്ച ആൾക്കാരാ. ഇടിയാകും, തലക്കിടിയാകും അല്ലേ.
ഈ അവിടെ ഇരിക്കാൻ ഇഷ്ടമായി. ഹേ മാൻ ലുക്ക് അറ്റ് ഹിയർ. പാലക്കാട്ടിലുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഫുൾ റിസോർട്ടിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. നല്ല അടിപൊളി സംഭവമാണ്. നേരെ ഫ്രണ്ടിലായിട്ട് കായലൊക്കെ ഉണ്ട്. നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നിരുന്നെങ്കിൽ നല്ല വ്യക്തമായിട്ട് കാണാമായിരുന്നു സൂര്യോദയം. എനിവേസ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റൂം. നമ്മുടെ റൂം മേളിലാണ്. നല്ല ഭംഗിയില്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെയർ കയറി പോകണം. വന്നു, ഡ്രസ്സൊക്കെ മാറി പിന്നെ പൂളിലേക്ക് ഇറങ്ങാൻ പോകണം. നമ്മളൊരു 11 മണിയൊക്കെ ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്യുമല്ലോ. സോ ഒന്നുകൂടി പുള്ളിറങ്ങി അങ്ങനെ ഉണ്ടാവും. പൂളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നൊരു 11 മണിയോടുകൂടി നമ്മൾ ചെക്കൗട്ട് ചെയ്യും. സോ ലാസ്റ്റ് പൂളിൽ കളി. വീട്ടിൽ പോയി ചെറിയ പൂളി കളി. അതെ. ഹായ് ഗായ്സ്, എനിക്ക് നീന്താനൊന്നും അറിയില്ല. പക്ഷേ കുറേ ഞാൻ ട്രൈ ചെയ്ത് ഇത്തിരി എന്തൊക്കെയൊക്കെയോ കിട്ടിയിട്ടുണ്ട് കൈയും കാലിട്ട് പതപ്പിക്കാനായിട്ട്. നമുക്ക് വെള്ളം കുടിക്കാൻ തന്നാൽ ഹായ് ഗായ്സ്. സോ ഞങ്ങളുടെ പൂളിലൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ചെറിയൊരു പണി കിട്ടി. പൂളിൽ ഇറങ്ങിയപ്പോൾ മുതലാണ് എനിക്ക് നീറാൻ തുടങ്ങിയത്. ഇവിടത്തെയും തൊലി ചെറുതായിട്ട് പോയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കണ്ടോ റെഡിഷ്നെസ് കണ്ടോ? പുള്ളിയുടെയും പോയിട്ടുണ്ട്. മേ ബി വാട്ടറിൻ്റെ എന്തെങ്കിലും ആയിരിക്കും. വാട്ടറിനൊരു ഉപ്പരസല്ല, ഒരു പുള്ളി രസം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അസിഡിക് നേച്ചുറലൊരു വാട്ടർ പോലെ തോന്നി. അതുകൊണ്ടായിരിക്കണം ഇവിടെ റെഡിഷ് ആയിട്ടുണ്ട്. എൻ്റെ കണ്ടോ, ഇവിടെ തൊലിയും പോയിട്ടുണ്ട്. ആക്ച്വലി അറിയില്ല എന്തുകൊണ്ടാണെന്ന്. ഉള്ളുകൊണ്ട് ഇറങ്ങിയോണ്ടാണ് വിശ്വസിക്കുന്നു. ഞാൻ റെഡിയാവുകയാണ്. ഇപ്പം മണി എത്രയായി? എത്ര മണിയായി? 9:15 അല്ല 8:45. 8:45. 9 മണിക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. സോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ഒരു 10:30-11 മണിയാകുമ്പോഴേക്കും ഇറങ്ങണം. സോ ആ സമയത്തിനുള്ളിൽ സോ ഞാൻ റെഡി ആവട്ടെ. ഒരുങ്ങി തീർന്നിട്ടുള്ള ഗൈസ്. How was your experience? റിവ്യൂ പറയൂ. റിവ്യൂ പറയാൻ ആയിട്ടെന്താ, ഡീസന്റ് ആയിരുന്നു. ഹോസ്പിറ്റാലിറ്റി നല്ലതാട്ടോ ഇവിടുത്തെ. ഭയങ്കര പൊളൈറ്റ്. കുഴപ്പമുണ്ടായത് ഈ റെഡായി വന്ന ഒരു സംഭവം മാത്രം. പൂളിലെ വെള്ളത്തിന്റെയാണ്. ചിലപ്പോ അതിന്റെ കെമിക്കൽ നമുക്ക് പറ്റാത്തോണ്ടായിരിക്കും. ലൈക്ക് ഇന്നലെ മുതൽ ആൾക്കാർ യൂസ് ചെയ്തിട്ട് കിടക്കുന്ന വെള്ളമല്ലേ. അപ്പൊ അത് ഞങ്ങൾ കയറുന്നതിന് മുമ്പ് ഫിൽറ്റർ ചെയ്തിട്ടുണ്ടായില്ല. ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഫിൽറ്റർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അതിങ്ങനെ കിടന്ന് ചിലപ്പോൾ അതിൽ എന്തെങ്കിലും കെമിക്കൽ ഒരു ഇത് ഉണ്ടാവുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും. ഇന്നലെ പക്ഷെ ഞങ്ങൾക്ക് പുള്ളിറങ്ങിയിട്ട് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇന്നാണ് ഉണ്ടായത്. അതൊരു ചെറിയൊരു നെഗറ്റീവ് എന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ നല്ലതായിരുന്നു. ഇവിടുത്തെ ആൾക്കാർ ഹോസ്പിറ്റാലിറ്റി നല്ലതാണ്. ഇവിടുത്തെ ആ ഒരു കൊണ്ട് നടക്കുന്ന ചേച്ചിയാ തോന്നുന്നു. എൻ്റെ ഓണറാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നല്ല ഹോസ്പിറ്റാലിറ്റി, ഭയങ്കര കൈൻഡ്നസ്. എന്നാലും എനിക്ക് രാത്രി തലവേദന എടുത്തുന്നപ്പോഴേക്കും ചൂടുവെള്ളം വേണോ, ചായ ഉണ്ടാക്കിക്കൊണ്ട് തന്നു എനിക്ക്. അതുപോലെ തന്നെ വിക്സും ബാമൊക്കെ എല്ലാം ചോദിച്ചപ്പോൾ തന്നെ എല്ലാം റെഡിയാക്കി തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലതാണ് ആൻഡ് അഫോർഡബിൾ ആണ്. അത്യാവശ്യം കുഴപ്പമില്ല. അഫോർഡബിൾ അല്ല, ഡീസൻറ്റ് റേറ്റിലാണ് പോകുന്നത്. സോ ഇഫ് യു വാണ്ട് ചെക്ക്. അപ്പോൾ അതിൻ്റെ പേര് ലേക്ക് ഫ്രണ്ട് റിസോർട്ട് ചെന്നൈ. Let me finish my makeup. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പവും മുട്ടക്കറിയും പിന്നെ പഴവും ചായയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഹോംലി ഫുഡായിരുന്നു. ഭയങ്കര ഹോംലി ഫീലിംഗ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ നല്ലതായതുകൊണ്ട് നമുക്ക് അവിടുന്ന് കുറേ നേരം നിൽക്കാനും ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. നല്ല റിസോർട്ടായിരുന്നു. സോ നമ്മൾ ചായയൊക്കെ കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇതിപ്പോൾ ഇതൊരു കാപ്പിയായിട്ട് ഇവിടെ നേരെ കായലിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു സീറ്റിംഗ് ഏരിയ ഉണ്ട്. അവിടെ ഇരിക്കുകയാണ്. ഇതെനിക്ക് നന്നായി നീറുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്കത് കാണുന്നുണ്ടോ എന്നറിയില്ല. റെഡായിട്ടുണ്ട്. കണ്ടോ ഇത് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. കുറേ പഴി. എന്തായാലും ചായ കുടിക്കട്ടെ. കിച്ചാമിന് ചുണ്ടത്താണ് പണി കിട്ടിയത്. ചുണ്ട് പൊട്ടി. മറ്റേ സിനിമയില് അതിവിടെ ഉണ്ട്, പക്ഷെ ചുണ്ട് നന്നായിട്ട് പോയിട്ടുണ്ട്. ചുണ്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ മറ്റു സിനിമയിൽ എന്തെന്നാണ് ഒരാളില്ലേ കുതിരക്ക് മരുന്ന് മരത്തേച്ചിട്ട് ചുണ്ടിങ്ങനെ ആവില്ലേ, അതുപോലെ ഉണ്ട്.
ഇതിവിടെയൊക്കെ നേർന്നുണ്ട്. എൻ്റെ സെൻസിറ്റീവ് ഏരിയാസിലാണ്. ഇവിടെ ഇവിടെ ഹോപ്പ് ഇവൻച്വലി അത് ഓക്കെ ആവും. അങ്ങനെ ദേ ഞങ്ങളുടെ വീക്കെൻഡ് സ്റ്റേക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. സ്റ്റേക്കേഷൻ കഴിഞ്ഞിട്ടില്ല, ചെക്ക് ഔട്ട് ചെയ്തു. റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. നല്ല ഇതാട്ടോ, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു റിസോർട്ട്. അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ. ആകെ ഇന്നലെ രാത്രി അവിടെ വേറൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അത് കുറച്ച് ബാച്ചിലേഴ്സ് ആയിരുന്നു. അവരുടേതായ ഒരു സെലിബ്രേഷൻ മൂഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടുത്തെ കുറ്റമായിട്ടല്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ല, അവരെങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യണില്ലെങ്കിൽ അവരുടെ ലൈഫ് എങ്ങനെയാ ഇതാക്കുന്നത്. കുറച്ച് ലൗഡായിരുന്നു. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല. ഞാൻ വേഗം കിടന്നു തുടങ്ങി. അപ്പം ഇന്നിപ്പോ നമ്മള് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അവർ നമ്മൾ ചോദിച്ചു, അവിടെ ഇത്തിരി ബഹളം ഉണ്ടായിരുന്നല്ലേ, പ്രശ്നമായോ, സോറി എന്നൊക്കെ പറഞ്ഞു. ഇല്ല കുഴപ്പമൊന്നുമില്ല. നല്ല കൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ, ഭയങ്കര ഹമ്പിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഫുഡും ബ്രേക്ക്ഫാസ്റ്റും നല്ല രസമുണ്ടായിരുന്നു. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എല്ലായിടത്തേക്കും നല്ല ആക്സസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് എല്ലാ സ്ഥലത്തേക്കും പോകാനും പറ്റുമായിരുന്നു. എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടു. ആദ്യം കയറിയപ്പോ കുറച്ച് ഉള്ളിലേക്ക് ആയി പോയോ എന്ന് ചോദിച്ചു. കാരണം റോഡ് സൈഡിൽ വേറെ അപ്പൊ ഉള്ളിലേക്ക് ആയി പോയോ, നമ്മൾ കണ്ട പോലെ അല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കായൽ സൈഡാണ്. പിന്നെ അത് ഉള്ളിട്ട് കയറി കുറച്ചുകൂടി നന്നായി. കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര ക്രൗഡാണ്. റോഡ്സ് ഫുള്ള് മെയിൻ റോഡ്സ് ആണെങ്കിൽ ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ചൂടുണ്ട് ഒബ്വിയസ്ലി, നമ്മുടെ ക്ലൈമറ്റ് ഒരുപാട് ചെറുതായിട്ടൊന്ന് പോക്കറ്റ് റോഡ് കയറണം, അത്രേ ഉള്ളൂ. അതെ, ഒരു പോക്കറ്റ് റോഡ് കയറിയിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. നല്ല ബീച്ച് മെയിൻ റോഡ് സൈഡ് അല്ല, അത്രേ ഉള്ളൂ. അതെ, നല്ല എനിക്ക് കൂടുതൽ അവരുടെ ഹോസ്പിറ്റാലിറ്റിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഏത് ടൈമിലും അവർ അവൈലബിൾ ആണ്. അതില്ല, നോ പറയണത് നമുക്ക് ഭയങ്കര ഒരു ചായ വെച്ച് തന്നു നമുക്ക് അല്ലേ. ആ തലവേദന എന്ന് വിളിക്കണത് ഒരു 8 മണി 9 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ആൾക്കൊരു ചെറിയ കുട്ടിയുള്ളതാണ്, എന്നിട്ട് പോലും ആളെ എല്ലാ കാര്യങ്ങളും നോക്കിയൊക്കെ ചെയ്തൊക്കെ തരുന്നുണ്ട്. ആൻഡ് ഫുഡൊക്കെ തരുന്ന അവിടുത്തെ മെസ്സിൽ അവരാണെങ്കിൽ നല്ല എല്ലാം അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മള് ഭയങ്കരമായിട്ട് അത് പാക്കേജിലൊന്നും ഉള്ളതല്ല. അവരെന്നാലും നമുക്കൊരു എക്സ്ട്രാ അവരുടെ വീട്ടിൽ വന്നേക്കുന്ന നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ടേക്ക് കെയർ ചെയ്യുക അതേപോലെയാണ് കേട്ടോ. നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ ആരെങ്കിലും ഒരു സ്റ്റേക്കേഷൻ നോക്കുന്നുണ്ട് റീസണബിൾ റേറ്റിൽ, നല്ലൊരു ലൊക്കേഷനും കാര്യങ്ങളും ബീച്ച് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ സജസ്റ്റ് ചെയ്യും ഞാൻ. അപ്പം എന്തായാലും ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ, ഞാൻ അവരുമായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ നോർമൽ ഗൂഗിൾ ചെയ്ത് വന്നതാണ് ഇവിടെ. എന്തായാലും അവരുടെ ലൊക്കേഷൻ താഴെ കൊടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പൊ നമ്മളിന്നൊരു മൂവി എന്താ മലയാളി ഫ്രം ഇന്ത്യ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഉപ്പിലിട്ടത് മേടിച്ചു തരുമോ? നമുക്ക് കരി കുടിക്കാം, കുടിച്ചേക്കാം. നമ്മൾ ഇന്നലെ കരി കുടിച്ചെടുത്തുനിന്ന് കരി കുടിക്കാം. എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടു. ഇന്നലെ കുടിച്ചെടുത്തുനിന്ന് ഒന്നും കൂടി കരി കുടിച്ചിട്ട് പോവാം. ഈ ഇടയ്ക്ക് വരില്ലല്ലോ. അതൊന്നല്ല ഗൈസ്, ഉപ്പിലിട്ടത് മേടിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി നിർത്തിയേക്കണത്. നല്ല കരിക്ക അവിടുത്തെ. അല്ല നീല പറഞ്ഞല്ല. ഹായ്, സോ നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിട്ടാ. മണി 12 ആവണേ ഉള്ളൂ. നമുക്ക് 3:45 സിനിമ. അത്ര തന്നെ നമുക്ക് സമയമുണ്ട്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പെട്ടെന്ന് എത്തി. വേറെ റൂട്ടാണ് വന്നത്. നമ്മൾ ഇന്നലെ കുറച്ച് കറങ്ങിയാണ് പോയത്. നമ്മൾ കുറച്ചും കൂടി താമസിക്കുമെന്നാ വിചാരിച്ചു. ഒരു 1 മണിയൊക്കെ ശേഷമായിരിക്കുള്ളൂ എത്തണത്. പിന്നെ ഫുഡ് കഴിച്ച് സിനിമ കയറുന്നത് അത് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ എത്തും. പിന്നെ നമുക്ക് അടുത്തത് നോക്കാം. അവിടെ എന്താ പരിപാടി നോക്കാം. ഇന്നിപ്പോ ഞായറാഴ്ച കൊണ്ട് നല്ല തിരക്കുണ്ടാവും. അവിടെ ചെന്നതും എനിക്ക് കുറച്ച് ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തായാലും സമയമുണ്ട്, നമുക്കിപ്പോൾ വാങ്ങിയേക്കാന്ന് വിചാരിച്ച് നമ്മളവിടെ കയറി ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി. അതിനുശേഷം കിച്ചമ്മൻ ടീഷർട്ട് വേണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഇട്ട ഷർട്ട് പുള്ളിക്ക് അങ്ങോട്ട് ബോധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ ഒരു ടീഷർട്ട് വാങ്ങിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം.
ഇപ്പോൾ ഇട്ടിരിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയ ടീഷർട്ടാണ്. അവിടുത്തെ ലുലു ഫാഷനിൽ നിന്ന് എന്തോ വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കോർട്ടിലേക്ക് പോയി. നല്ല തിരക്കായിരുന്നിട്ട് ഒരു സീറ്റ് കണ്ടുപിടിക്കാൻ എത്ര നേരം ഞങ്ങൾ ഇവിടുന്ന് കറങ്ങിയെന്നറിയോ. ഇത്രമാത്രം ജനങ്ങൾ എവിടെ ഇരിക്കണടേ എന്നായിരുന്നു എൻ്റെ മനസ്സിലപ്പോൾ പോയത്. കുറേ തിരിഞ്ഞ് എനിക്ക് ഈ നാഗാസ് റോയൽ കുസീൻ ഓഫ് ഹൈദരാബാദ് ആൻഡ് ആന്ധ്ര ആ ഒരു സ്ഥലത്ത് നിന്നുള്ള ഫുഡാണ് ഇഷ്ടപ്പെട്ടത്. അവിടെ ഒരു പ്ലാറ്റർ ഉണ്ടായിരുന്നു, 2 പേർക്ക് ഈസി ആയിട്ട് കഴിക്കുന്ന രീതിയിൽ 2 പേരുടെ ഒരു ഇത് വന്നിട്ട്. അപ്പോൾ ഞാനത് പോയി ബുക്കൊക്കെ ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു. കുറേ നേരം അവിടെ തിണ്ടിത്തിരിഞ്ഞ് നടന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു സ്ഥലം കിട്ടി. നമ്മൾ അവിടെ എങ്ങനെയൊക്കെയോ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇതൊരു ബിരിയാണി ആയിരുന്നു, പിന്നെ 65 ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു ക്ലബ് സുലൈമാനി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പുണ്ട്, അവിടെ ബബിൾ ടീ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ഇതുവരെയും കുടിച്ചിട്ടില്ല. അപ്പോൾ കിച്ചാമ്പ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കിച്ചാമ്പിനാണ് ആക്ച്വലി ഈ ഒരു ഷോപ്പ് കണ്ടുപിടിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 ബബിൾ ടീ, 2 ഒരെണ്ണം ഓർഡർ ചെയ്തു. ഏത് ഫ്ലേവർ ആയിരുന്നു എന്ന് ഞാൻ മറന്നുപോയി. കുടിച്ചിട്ടുള്ള ഞാൻ ആദ്യമായിട്ടാണ് ബബിൾ ടീ കഴിക്കുന്നത്. സോ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ബബിൾ ടീ കഴിച്ചപ്പോൾ അവർ ഇമാതിരി പാത്രത്തിൽ തന്നു കഴിച്ചു. പിന്നെ ബബിൾ ടീ ആണ്, ഇത് കുഞ്ഞിന് മനസ്സിലാവും. ഇത് ബബിൾ ടീ കഴിച്ച് ഫോട്ടോ എടുക്കണം. അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ നേരം നമ്മൾ അവിടെ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് ചുമ്മാ അങ്ങനെ ഇവിടെ നടന്ന ശേഷം നമ്മൾ PVRലെത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സമയമുണ്ടല്ലോ, നമുക്ക് പോപ്കോണൊക്കെ വാങ്ങി നേരത്തെ വെക്കാം, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് മുതലേ ഇരുന്ന് കുറയ്ക്കാമല്ലോ. അപ്പോൾ ഞാൻ എടുത്തത് കാരമലാട്ടോ. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ഇഷ്ടമെന്ന് പറഞ്ഞാൽ കിച്ചാമൻ പോപ്കോൺ വലിയ കാര്യമായിട്ട് ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാനാണ് എൻ്റെ മെയിൻ ആൾ. അപ്പം എനിക്ക് പോയി കഴിഞ്ഞാൽ പോപ്കോൺ ഇങ്ങനെ കഴിക്കണം. ഞാൻ എന്താ സിനിമ കാണാൻ പോകണം, പോപ്കോൺ തിന്നാൻ പോകണ പോലെ കേട്ടോ. അങ്ങനെ പോപ്കോണൊക്കെ മേടിച്ചവിടെ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു. അങ്ങനത്തെ ഞങ്ങൾ സിനിമയ്ക്ക് കയറി കേട്ടോ. സിനിമയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ എന്തിനാണെന്നറിയില്ല, ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു 3 മാസമെങ്കിലും ആയിട്ടുണ്ടാവും. ഇപ്പോഴാണ് ഞാനിത് എഡിറ്റ് ചെയ്യണത്. ഞാൻ എന്തിനോ വേണ്ടി വഴക്കിട്ടിരിക്കുകയാണ് കിച്ചാവിൻ്റെ കൂടെ. എന്തിനാണെന്നുള്ള കാര്യം ഞാൻ ശരിക്കും മറന്നു. എന്തെങ്കിലും വല്ല നിസ്സാര കാര്യത്തിനായിരിക്കും. എന്നാലും എന്തിനായിരുന്നു ഞാൻ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് വഴക്കിട്ടിരിക്കട്ടോ. പുള്ളിയെ ഞാൻ വഴക്കിട്ടേക്കണ വീഡിയോ എടുത്ത് വെക്കാണ്. ദുഷ്മ എനിക്ക് ഇഷ്ടമല്ല. ഭയങ്കര ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ ക്യാമറ കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കട്ടിച്ച് ഞാൻ അമർത്തിയിരിക്കുകയാണ്. അപ്പം സിനിമ കണ്ടിട്ട് സിനിമ ഇനി കണ്ടിട്ട് ബാക്കി. ഓക്കെ, നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടാ. ഹൗസ് ദ മൂവി? ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഒരു ദിവസമൊക്കെ നല്ലോണം കണ്ടിരിക്കാം. വലിയ ബോറടിയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കിച്ചാൻ പറഞ്ഞു ഓക്കേഷ് മൂവിയാണെന്ന് പറഞ്ഞു. പലർക്കും പല ടേസ്റ്റ് അല്ലേ മൂവീസിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും കണ്ടിരിക്കാം. ബോറൊന്നും അങ്ങനെ അടിക്കൊന്നുമില്ല. നല്ല മൂവിയാണ്, എനിക്കിഷ്ടമായി കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഇറങ്ങിയത് അവിടെ നിന്ന് ലുലുമാളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വഴിയില്ല. അത് സോ നമ്മുടെ ലാസ്റ്റ് ഈ ദിവസത്തെ ലാസ്റ്റ് ഫുഡ് ആയിരിക്കണം മേ ബി. ഡിന്നറിന് വന്നതാണ് ഇവിടെ സാത്താറില വന്നിരുന്നത്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ സ്റ്റേക്കേഷൻ വീക്കെൻഡ് സെലിബ്രേഷൻ കഴിയുകയാണ്. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? 2 ദിവസത്തെ എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പ്ലെയിൻ ചെയ്യൂ, ഒറ്റ വാക്കിൽ പറയല്ലേ സാറേ. എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് എല്ലാം അടിപൊളിയായിരുന്നു. ആകെ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ പ്രശ്നം ഇടക്കിടക്ക് എരിയുന്നുണ്ട്. കണ്ണിലല്ല, സ്കിൻ, അതായത് കണ്ണിന്റെ അടുത്തുള്ള സ്കിന്നിൽ ഈ കോർണേഴ്സ് ഇവിടെ പൊട്ടി എന്ന് പറഞ്ഞില്ല. അതൊരു പൊട്ടിയിട്ടില്ല, എനിക്ക് ചെറിയൊരു ഇറിറ്റേഷൻ അടിച്ച സമയത്ത് നമ്മൾ വേർത്തെ കഴിയുമ്പോ ഉപ്പുരസം ചെല്ലുമ്പോഴുള്ള ഒരു വേദന അല്ലേ. എനിക്ക് ശരിക്കും പൊട്ടിയിട്ടുണ്ട്, നന്നായി പൊട്ടിയിട്ടുണ്ട്. അത്യാവശ്യത്തിന് ക്ലോറിനേഷന്റെ പ്രശ്നമായിരിക്കുന്നതാണ് നമ്മൾ നോക്കിയപ്പോ കണ്ടത്. വെബിൽ നെറ്റിലൊക്കെ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ക്ലോറിനേറ്റർ വാട്ടറിന്റെ പ്രശ്നമായിരിക്കുന്നതാണ് പറഞ്ഞത്. എനിക്ക് നീറ്റിലുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ വലിക്കുമ്പോ ആ പൊട്ടിയതിന്റെ ഒരു വലിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 2 ദിവസത്തിനുള്ളിൽ അത് ഇതാവും. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ സ്റ്റേ ഒക്കെ ഇഷ്ടപ്പെട്ടു. അത് അവരുടെ ഫോൾട്ട് അല്ല കേട്ടോ. ചിലപ്പോ വെയിലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. നല്ല അതിന്റെ മുമ്പത്തെ ദിവസം നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ താമസം ആയിക്കോട്ടെ, അതൊക്കെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എന്താ പറയാ, അവിടുത്തെ അവരുടെ ഹോസ്പിറ്റാലിറ്റി നല്ലതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂവി കണ്ടതും എനിക്കിഷ്ടമായി മൂവി. ഫുഡ് എല്ലാ ദിവസത്തെയും 2 ദിവസത്തെ ഫുഡും നല്ലതായിരുന്നു അല്ലേ, നല്ല ഫുഡായിരുന്നു. ഓവറോൾ ഒരു നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു. നമ്മൾ ഈ
വീക്കെൻഡ് സ്റ്റേക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്കെങ്കിലും നമ്മൾ പോകണം. നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുക, നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ. അല്ലെങ്കിൽ സോളോ ആയിട്ട് സോളോ പോവാം, ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് പോകാം, പാർട്ണർ ആയിട്ടാണെങ്കിൽ അങ്ങനെ പോകാം, ഫാമിലി ആയിട്ടാണെങ്കിൽ അങ്ങനെ പോകാം. എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അങ്ങനെ പോവാം. എപ്പോഴും നല്ലതാണ്. നമ്മൾ കുറേ ബിസി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബിസി ലൈഫിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടുണ്ടാവും. ഐ ഫീൽ സോ റിലാക്സ്ഡ്. അതായത് നമ്മൾ ഓഫീസിലെ സ്ട്രെസ് ഒന്നും അങ്ങോട്ടേക്ക് പോകരുത്, അതൊക്കെ മാറ്റി വെച്ചിട്ട് അതൊക്കെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം പോണം കേട്ടോ. അത് സൈഡ് അതെ വേറെ വെച്ചേക്കാം, പിന്നെ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നാളെ മുതൽ ആശ്രയ ടി ഗോപി രണ്ടാമത് ജോലിയിലേക്ക് കൊടുക്കുകയാണ് 2 ദിവസത്തെ ഇടവേളക്ക് ശേഷം. അത് മാത്രം ഒരു വിഷമല്ലേ, നമ്മളൊരു മുടക്ക് കഴിഞ്ഞ് പെട്ടെന്ന് പോകുമ്പോഴേക്ക് ഒരു മടി. അതിപ്പോ ഓൾമോസ്റ്റ് 9 മണി 8:30 ആവാറായി. 9 മണിയൊക്കെ കഴിയും നമ്മളെന്തായാലും വീട്ടിലെത്തുമ്പോഴേക്കും. അപ്പോൾ ഓവറോൾ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്റ്റേക്കേഷൻ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും നമുക്ക് ഇതുപോലത്തെ ട്രാവൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോണതും ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇനി ഇടാം കേട്ടോ. ഒരുപാട് പേര് പറയുന്നുണ്ട് ലോങ് വീഡിയോസ്, ഒരുപാട് പേരല്ല നമ്മുടെ ചാനലിൽ കാണുന്ന മെയിനായിട്ട് കാണുന്ന ആൾക്കാർ. നമ്മുടെ ചാനലിൽ പൊതുവെ കുറവാണ് ലോങ് വീഡിയോസ്. ഒന്നാമത് ഞാൻ എന്റെ എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ നാൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ കയ്യിൽ കുറെ വീഡിയോസ് ഉണ്ട്, ഞാൻ അതെല്ലാം എഡിറ്റ് ചെയ്ത് ഞാൻ 1 by 1 ആയിട്ട് ഇടാം. എഡിറ്റ് ചെയ്യാൻ മടിയുമാണ്, മൊത്തത്തിൽ അതൊക്കെ തന്നെ. അപ്പോൾ ഇനി അത് 1 by 1 ആയിട്ട് എഡിറ്റ് ചെയ്ത് വേണം ഇടാനായിട്ട്. സോ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം, ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്. ബൈ.